ഞങ്ങൾ UDFിൻ്റെ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം കൂടെ ഈ ജില്ലയിലുള്ള ആളുകൾ, അവൈലബിൾ ആയിട്ടുള്ള ആളുകളെല്ലാവരും കൂടെ കൂടി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞങ്ങളൊന്ന് അനലൈസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDFിൻ്റെ ഘടകകക്ഷികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകണം, വളരെ ശക്തമായ രൂപത്തിലുള്ള പ്രചരണമായിട്ട് നീങ്ങണം എന്നുള്ള പൊതു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കേരള കോൺഗ്രസിനകത്ത് ഉണ്ടായ ചില അഭിപ്രായങ്ങളെക്കുറിച്ചാണ് പുറത്തു വന്നത്. അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, പക്ഷേ അത് പുറത്തു വന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ആ പ്രശ്നം കേരള കോൺഗ്രസ് തന്നെ ഡീൽ ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ഇവിടെ ഈ മുന്നണിയുടെ UDFിൻ്റെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എടുക്കുന്ന, പ്രത്യേകിച്ച് ശ്രീ PJ ജോസഫ് എടുക്കുന്ന നടപടികളുടെ പൂർണ്ണമായി ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അല്ല, UDFിൻ്റെ ജില്ലാ ചെയർമാൻ കേരള കോൺഗ്രസ് നോമിനിയാണ്. ആ കേരള കോൺഗ്രസ് നോമിനി ആരാണ് എന്ന് തീരുമാനിക്കേണ്ട കേരള കോൺഗ്രസിന്റെ ചെയർമാനാണ്. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, താൽക്കാലികമായി ഇന്നയാളായിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതടക്കം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ കേരള കോൺഗ്രസ് എടുക്കുന്ന നടപടികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, ഇപ്പോൾ വന്നിരിക്കുന്ന ആള് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ശ്രീ അഗസ്ത്യ സാറ് ഈ കോട്ടയത്തും കേരളത്തിലും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പഴയകാല കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, വരുന്നയാള് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്, ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല ത്രാണിയും കഴിവുമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ചെയർമാനായിട്ട് തുടരും. അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഇലക്ഷന്റെ സമയമായതുകൊണ്ട് നമുക്ക് ഈ ഇലക്ഷൻ പ്രചരണത്തിൽ എല്ലാവരും വ്യാപൃതരാണ്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചർച്ചയിലോട്ട് ഞങ്ങളിപ്പോൾ പോകുന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ ഇലക്ഷനിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും മൂർധന്യമായ ഒരു സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ മറ്റ് ചർച്ചകളിലോട്ടൊന്നും കടക്കുന്നതേയില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക, ആ കാര്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അദ്ദേഹത്തെ അതൊക്കെ കേരള കോൺഗ്രസ് ചെയർമാനാ തീരുമാനിക്കുക. കാരണം ആ പോസ്റ്റ് കേരള കോൺഗ്രസിനുള്ളതാണ്. അവിടെ ആര് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. അതാണ് മുന്നണി മര്യാദ. ഞങ്ങൾ ആ മുന്നണി മര്യാദ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനത്തോട് യോജിച്ചു നിൽക്കുന്നു. അതൊക്കെ ആ പാർട്ടിക്കകത്തുള്ളതല്ലേ. മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം UDFിന്റെ ചെയർമാൻഷിപ്പ് മാത്രമാണ്. മറ്റത് പാർട്ടി പ്രസിഡന്റ്ഷിപ്പാണ്. അത് പാർട്ടി ചെയർമാൻ തീരുമാനിച്ചോട്ടെ. അവരുടെ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം അനുസരിച്ച് ചെയ്യും. അതിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ അതിനകത്ത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതിന്റെ പൂർണ്ണമായ ഓപ്ഷൻ കേരള കോൺഗ്രസ് ചെയർമാനാണ്. അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു ശ്രമത്തിന് ഇതുള്ളൂ. അദ്ദേഹം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം. ഇപ്പോൾ അസോൺ ടുഡേ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ചെയർമാനായിരുന്ന ആൾ അദ്ദേഹം രാജിവെച്ച സമയത്ത് പകരം ഒരാളിനെ താൽക്കാലികമായിട്ട് കേരള കോൺഗ്രസ് ചെയർമാൻ തീരുമാനിച്ചു. ഞങ്ങളതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒത്തൊരുമിച്ച് നീങ്ങുന്നു. അത്രയും നിങ്ങൾ രാജിയുടെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. രണ്ടും രണ്ട് എൻഡാണ്. അല്ല, ഒരു കാരണവശാലും ഒരു യുദ്ധഭൂമിയിൽ നിന്ന് ഒരാൾ മാറി നിന്നാൽ അത് വല്ലതും ബാധിക്കുമോ? ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. വളരെ ശക്തിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ പ്രചരണത്തിൽ ഉന്നമുണ്ട്. ആ ഉന്ന ഒരു വ്യക്തിയല്ല. ഞങ്ങളൊരു സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആദർശപരമായ ഒരു സമീപനമെടുത്ത് ഈ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചെയ്യുന്ന തെറ്റുകളെ ബഹുജന മധ്യത്തിൽ തുറന്നു കാണിച്ച്
ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിനകത്ത് വ്യക്തികൾ പ്രശ്നമില്ല. എന്തോ അത് നിങ്ങളുടെ വ്യാഖ്യാനം, ഇത് ഞങ്ങളുടെ തീരുമാനം. എന്തോ അല്ലല്ല, ചർച്ചയാകുന്നെന്ന് പറയാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു ചെയർമാൻ മാറിയല്ലോ. മാറിക്കഴിയുമ്പോൾ ബാക്കി എന്ത് കാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളിരുന്ന് ആലോചിച്ചത്. ഞങ്ങളുടെ കളർ കൃത്യം അല്ല, ഞങ്ങൾ അങ്ങനെ ആലോചിക്കുക എന്ന് പറയാൻ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല. കാരണം അത് കേരള കോൺഗ്രസ് ചെയർമാനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കടമ. ആ കടമ ഞങ്ങൾ എന്താ അത് തന്നെ ഇനി മുന്നോട്ട് കൂടുതൽ ശക്തിയോടുകൂടി പോകുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചത്. കൊണ്ടുപോയത്, അതായത് മാറ്റിയത് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ജോസ് കെ മാണി പ്രകടിപ്പിച്ചത്. BN വാസവൻ വലിയ സന്തോഷത്തിലാണ്. ഇതിനോടൊക്കെ എങ്ങനെയാണ്? അവര് സത്യം പറഞ്ഞാൽ അവര് രണ്ടാളിനെ കൊണ്ട് അപരന്മാരെ കൊണ്ട് നടന്നു. അവര് നിരപരാധി, അവർ വഴിയാധാരായിപ്പോയി. അപരൻ വന്നു വഴിയാധാരായി. അതിന്റെ ഒരു ചമ്മലിൽ അവരിയ്ക്കുകയാണ്. അത് തീർക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു ഈ വടി ചാരി വെക്കാൻ അവർ നോക്കി നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഒരു അവസരം ഈ വടി ഇങ്ങോട്ടൊക്കെ ചാരി, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ആ വടിയെ തൊടാനേ ഇല്ല, അതിന്റെ വഴിക്ക് പോട്ടെ. ഇല്ലില്ല, ഞങ്ങൾ അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് കാണുന്നില്ല. അദ്ദേഹം അങ്ങനെ ബാഹ്യശക്തിയുടെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങളെങ്ങനെയാ പുള്ളിയോട് ബാഹ്യശക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? ഞങ്ങളത് ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മുമ്പിലുള്ളത് എന്താ? ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക. ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് ഒരു ക്രോഡീകൃത രൂപം വേണം. ആ രൂപത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ ഞങ്ങൾ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു, മുമ്പോട്ട് പോകും. പറഞ്ഞല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തീർന്നല്ലോ. അദ്ദേഹം അത് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അല്ല, അദ്ദേഹം അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല. എന്നാൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടുമുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടോട്ടലായിട്ട് കട്ട് ഓഫ് ചെയ്തൊന്നും അഭിപ്രായമില്ല. പക്ഷേ ഒരു മുന്നണിയല്ലേ, മുന്നണിയുടെ പൊതു അച്ചടക്കത്തിൽ നിൽക്കണ്ടേ? ഈ അച്ചടക്കം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോയി നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കത്തക്ക വിധത്തിലുള്ള നടപടി എടുത്ത് മുന്നോട്ട് പോവുകയാണ്. വേറൊന്നുമില്ല. അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതല്ലേ. രാജിവെച്ചു, വേക്കൻസി വന്നു, ഒരാളുടെ വെച്ചു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. തീർന്നു.